എല്ലാവർക്കും ലവ്ലി ബേർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഞങ്ങളുടെ തറവാടിൻ്റെ അവിടേക്ക് പോകാനാണ് കേട്ടോ. അവിടെ ഞങ്ങളുടെ ഇളയപ്പൻ്റെ വീട്ടിൽ ഒരു പട്ടി പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റോസി എന്ന് പറഞ്ഞ ഒരു പട്ടിയാണ് പ്രസവിച്ചിട്ടുള്ളത്. 2 കുട്ടികളുണ്ട്. 3 കുട്ടികളുണ്ടായിരുന്നു. ഒരെണ്ണം ചത്തുപോയി, 2 എണ്ണം ഉണ്ട്. അപ്പോൾ അവരെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. പോകാൻ വേണ്ടി ഞാൻ അതവിടെ വന്നിരുന്നപ്പോഴേക്കും മണിക്കുട്ടി എവിടുന്നോ ഓടി വന്നു. അപ്പോഴേക്കും ചൊറിച്ചിൽ പറഞ്ഞു. അവളവിടെ എവിടെയൊക്കെ എടുക്കുമായിരുന്നു. ഞാൻ അവിടെ ഇരിക്കണത് അവൾ എങ്ങനെ അറിഞ്ഞാന്നറിയില്ല. അവൾ ഓടി വന്നു എൻ്റെ അടുത്തേക്ക് കേട്ടോ. കുക്കറപ്പനൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. കുട്ടൂസും കുക്കറപ്പനും അവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് ശരിക്കിരിക്കോ നീ? കണ്ട ഹായ് പറഞ്ഞോളൂ. കുഴപ്പമെന്താ ഉക്രപ്പൻ ഇപ്പോൾ വന്നോളൂ കേട്ടോ. ഉക്രപ്പൻ പകല് രാവിലെ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു 4 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് വന്നിട്ടുള്ള അവൻ്റെ പഴയ വീട്ടിലായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുള്ള ഇവിടെ കുഞ്ഞുമണീനെ കാണുന്നില്ല. ഒരു ചെറിയൊരു കുട്ടി ഇവിടെ വരാറുണ്ട്. അത് പുറത്താണ്. അത് രാത്രിയിലെ കയറി വരാറുള്ളൂ സാധാരണ. ഇപ്പോൾ പുറത്തെവിടെയും ഉണ്ട്. അവളുടെ അമ്മയുടെ കൂടെ പോയിരിക്കാൻ തോന്നുന്നുണ്ട്. കുട്ടൂസ് പിന്നെ പകലൊക്കെ കൂടി രാവിലെ കൂടി ഉണ്ടായിരുന്നു. ഉക്രപ്പില്ലാത്ത കാരണം ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഇവനങ്ങനെ സാധാരണ തൊടാൻ കിട്ടാറില്ല കേട്ടോ. അവൻ നിന്നരാറില്ല. ഞങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ഓടും. ഇവന് പേടിയാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പേടി കുറേശ്ശെ മാറി വരുന്നുണ്ട്. സാധാരണ അവന് പേടിയാണ്. കാരണം അവൻ അങ്ങനെ ഒരു വീട്ടിൽ വളർന്നൊരു ഡോഗല്ല. അതുകൊണ്ട് അവന് പേടിയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ. നിങ്ങൾ തറവാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് റോസി. അതിൻ്റെ ഇളയനെ പപ്പ കൊണ്ടുവന്ന് വെച്ചേക്കണ. ഇത് ഇളയപ്പം വളർത്തുന്ന കോഴികളാണ് കേട്ടോ. നാടൻ കോഴികളാണ്. അത്യാവശ്യം മുട്ടയൊക്കെ കിട്ടുന്നുണ്ട്. മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വിറക് പെരയിലാണ് കേട്ടോ നമ്മുടെ പപ്പിക്കുട്ടികളുള്ളത്. 2 ഡോഗ് ഇവിടെ വന്നിട്ട് പ്രസവിച്ചിട്ടുണ്ട് ഈ വിറക് പെരയിൽ. അപ്പോൾ ഞാൻ ആ വിറക് പെരയിൽ കയറിയിട്ട് ആ കുട്ടികളെ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. ഒരെണ്ണം തന്നെ എബിളി എടുത്തോണ്ട് പോകാണു. ആ മറ്റേ പട്ടി വന്നിട്ട് ഇതിനെ എടുത്തോണ്ട് പോവാ. എന്നിട്ട് അവളുടെ മുല കൊടുക്കാൻ നിൽക്കി തോന്നുന്നു. ഇതാണ് നമ്മുടെ പട്ടിക്കുട്ടി. ഇതാണ് നമ്മുടെ 2 കുട്ടികളിൽ ഒരു കുട്ടി ഇതാണ് കേട്ടോ. ഒരു കുട്ടി ഇവിടെ ഈ വിറക് വരലാണ് പ്രസവിച്ചിട്ടുള്ളത്. ഒരു കുട്ടി അതിൻ്റെ ഉള്ളിലുണ്ട്. ആ വിറകിൻ്റെ ഒക്കെ ഉള്ളിലാണ്. ചകിരിയുടെ ഉള്ളിലാണ്. എനിക്ക് അതിനെ എടുക്കാൻ കിട്ടണില്ല. ആ ചകിരിയുടെ ഉള്ളിൽ പോയി കിടക്കുകയാണ്. അതുകൊണ്ട് എടുക്കാൻ കിട്ടുന്നില്ല.
അപ്പോൾ ഒരു കുട്ടി ഇവനാണ് കേട്ടോ, ആൺകുട്ടിയാണ്. രണ്ടും ബോയ്സ് ആണ്. ആൺകുട്ടിയാണ്, നല്ല സുന്ദര കുട്ടിയാണ്. ഇവപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്. അങ്ങനെ നടന്നു തുടങ്ങിയിട്ടില്ല അവർ. അത്യാവശ്യം കനൊക്കെ ആയിട്ടുണ്ട്. അവൻ പാലൊക്കെ കുടിച്ച് നല്ല ഗുണ്ടമണിയായിട്ട് ഇരിക്കുകയാണ്. കണ്ണ് തുറന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നിലത്തൊന്ന് വെച്ച് നോക്കാം, അവൻ ഓടുണ്ടോ നോക്കാം. വെച്ചു. ഇത് നടന്നു തുടങ്ങിയാ പേപ്പ? അതിൻ്റെ ഇവിടെ ഒരു പൊട്ടുണ്ട് കേട്ടാ. ഇവിടെ ഒരു മറുകുണ്ട് കേട്ടോ, മുഖത്തിൻ്റെ ഇവിടെയായിട്ടൊരു മറുകുണ്ട്. പിന്നെ ഇതാ ഇവിടെ 2 പുള്ളിക്കുത്തുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട്, ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട്. അങ്ങനെ അധികം വൈറ്റാണ്. അവിടെ ഇവിടെയൊക്കെ കുറേ ബ്ലാക്ക് ഉണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട്, ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട്, ഇവിടെ ബ്ലാക്ക് ഉണ്ട്, ഇവിടെയും ബ്ലാക്ക് ഉണ്ട്, ഇവിടെ ഒരു കുത്തുണ്ട്. അച്ഛനെ കാണിച്ചു കൊടുക്കട്ടെ. ഇത് അച്ഛനെ കാണിച്ചു കൊടുക്കണേ. ഇത് അച്ഛൻ. ഞങ്ങളുടെ ഇളയമ്മേനെ കാണിച്ചു. ഇത് ഞങ്ങളുടെ ഇളയമ്മയാണ്. ഇത് ഞങ്ങളുടെ തറവാടാണ് കേട്ടോ. രജി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് അടുത്ത ആളെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് അടുത്ത കുട്ടി. അപ്പോൾ ഇവർ 2 ആളാണ്, 2 ആൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ ആർക്കൊക്കെ ആവശ്യമുള്ള വെച്ചെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞോ, നമുക്ക് ബുക്ക് ചെയ്ത് ഇടാം. പിന്നെ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തു വിടാനുള്ള സംവിധാനം ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും ട്രാൻസ്പോർട്ട് കമ്പനി ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തുള്ള എവിടെയാണ് ട്രാൻസ്പോർട്ട് കമ്പനി ഡെലിവറി ചെയ്യുക വെച്ചെങ്കിൽ അവിടേക്ക് ഡെലിവറി ചെയ്യും. നിങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആർക്കാ ഈ കുട്ടികളെ ആവശ്യമുള്ള വെച്ച് എത്രയും പെട്ടെന്ന് നമ്മളെ അറിയിച്ചാൽ മതി കേട്ടോ. ഒരു ഷോർട്ട് ഇട്. ഇതാണ് കേട്ടോ ഞാൻ ഈ കാണുന്ന വീടാണ് ഞാൻ ജനിച്ചു വളർന്ന വീട് കേട്ടോ. ഞാനൊരു 10ാം ക്ലാസ് വരെയൊക്കെ ഈ വീട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ തറവാടാണ് ഇത്. ഇതൊരു തോടാണ്. ഇതവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് ശരിക്കും അറിയില്ല. നമ്മളൊരു തോട് പോകുന്നുണ്ട്. ഇങ്ങോട്ട് അടുത്തേക്ക് വന്നാൽ ചിലപ്പോൾ കാണും. വെള്ളമൊക്കെ കാണുന്നുണ്ട്. വെള്ളം കിട്ടുന്നുണ്ടോ? ഇതാണ് ഈ തോട്. ഈ തോട് പണ്ടത്തെ കാലത്തെ കേരളത്തിലെ 2 രാജ്യങ്ങളിലെ അതിർത്തിയായിരുന്നു കേട്ടോ ഈ തോട്. ഇത് കൊച്ചി, ഈ അപ്പുറത്ത് കാണുന്നത് മലബാർ. അങ്ങനെ 2 രാജ്യം ഉണ്ടായിരുന്ന കേരളത്തിലെ, ഒന്ന് തിരുക്കൊച്ചി, ഒന്ന് മലബാറും. അതിൻ്റെ 2ൻ്റെയും അതിർത്തിയാണ് ഈ തോട് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ പണ്ടത്തെ കാലത്ത് ചുങ്കം ആവശ്യമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേരള സംസ്ഥാനമൊക്കെ രൂപീകരിച്ചതിന് ശേഷമാണ് ആ ചുങ്കൊക്കെ എടുത്ത് മാറ്റിയത് കേട്ടോ. അതുവരെ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കണമെങ്കിൽ ചുങ്കം ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ അതിർത്തിയാണ്. ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്നത് ഒറ്റപ്പാലം പാർലമെൻറ്റാണ്. അത് തൃശ്ശൂർ, ഈ തോടിൻ്റെ അപ്പുറത്ത് തൃശ്ശൂർ പാർലമെൻറ്റാണ് കേട്ടോ. അങ്ങനെ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളും അതുപോലെ തന്നെ 2 നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തിയാണ്. ഞങ്ങൾ നിൽക്കുന്നത് കുന്നംകുളം നിയമസഭാ മണ്ഡലം, ഈ കാണുന്നത് ഗുരുവായൂർ നിയമസഭാ മണ്ഡലമാണ് കേട്ടോ. പിന്നെ ഇത് കുന്നംകുളം മുനിസിപ്പാലിറ്റിയാണ്. അത് ഒരു പഞ്ചായത്താണ്, വടക്കേക്കാട് പഞ്ചായത്ത് എന്ന് പറയും. അങ്ങനെ ഒരു വലിയൊരു രാജ്യത്തിൻ്റെ അതിർത്തിയാണ് ഈ തോട്. ഈ കാണുന്നതാണ് ഞാൻ ജനിച്ചു വളർന്ന വീട്. ഈ മോഡലായിരുന്നില്ല, ഇപ്പോൾ പുതുക്കിയതാണ്. ഏകദേശം ഈ മോഡലൊക്കെ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് റിനോവേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കൊക്കെ ഓടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫാദറിൻ്റെ അനുജനാണ് ഇവിടെ താമസിക്കുന്നത്. അവരുടെ ഫാമിലിയാണ് അവിടെ താമസിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ തറവാട് ആ കാണുന്നതാണ്. എൻ്റെ ഫാദർ, എൻ്റെ അപ്പനും അമ്മയും താമസിച്ചിരുന്ന വീട് ആ നേരെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ അപ്പൻ്റെ അനുജന്മാരൊക്കെ ഈ അനുജൻ്റെ വീട്ടിലാണ്. വേറൊരു വീട്, ആ വീട്ടിലാണ് ഇപ്പോൾ പട്ടിക്കുട്ടി, അവരുടെ പിറകു പറയാനാണ് പട്ടിക്കുട്ടി പ്രസവിച്ച് കൊടുക്കുന്നത് കേട്ടോ. അവിടെ ഇളയപ്പം മാത്രമുള്ള, ഇളയമ്മ 2 വർഷം 3 വർഷം മുന്നേ മരണപ്പെട്ടു. ഇളയപ്പം മാത്രമുള്ള. ഇതാണ് ഞങ്ങളുടെ പറമ്പൊക്കെ ഈ തോടിനോട് ചേർന്നിട്ട് ഞങ്ങളുടെ തറവാട്ട് പറമ്പാണ് ഈ കാണുന്നത്. ഇത് ഞങ്ങളുടെ ഇളമയാണ് കേട്ടോ. ഞങ്ങളുടെ ഇളയമ്മ ഇളയമ്മനെ പരിചയപ്പെടുത്തി. ഇളയമ്മയ്ക്ക് 3 മക്കളാണ്.
ഇളയപ്പനുണ്ട് ഇവിടെ. ഇളയപ്പ എവിടെ? ഞങ്ങൾ പട്ടിക്കുട്ടീനെ ഷൂട്ട് ചെയ്ത് കണ്ടില്ലേ? പട്ടിക്കുട്ടികള് ഇളയപ്പൻ എവിടെ? ആ ഇളയപ്പനും കാണാം. പട്ടി പ്രസവിച്ചത് കണ്ടോ? കുര്യച്ചന്റെ പറങ്ങോലയില് 2 പട്ടികളുണ്ട്. രണ്ട് ഇവിടുത്തെ പ്ലാവുമലത്തെ ചക്കയൊന്നും തീർന്നിട്ടില്ല കേട്ടോ. എപ്പോഴും ചക്കയുണ്ട്. മഴയായി, ജൂൺ പകുതിയായി, എന്നാലും ചക്കപ്പോഴും ഉണ്ട്. അതിന് കുറേ ചക്കയുണ്ട്. ഇത് പിന്നെ ജാതിമരാണ് കേട്ടോ. ഇവിടെ കുറച്ച് ജാതിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ജാതി നിൽക്കുന്നുണ്ട്. അല്ല അത് നിർത്തിക്കോ. കുറച്ച് ജാതി ഉണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഇളയപ്പൻ്റെ വീട്. ഇതാണ് എൻ്റെ അപ്പനും അമ്മയും താമസിച്ചിരുന്ന തറവാട് കേട്ടോ. നമുക്ക് അവിടുത്തെ പറമ്പിലേക്കൊക്കെ ഒന്ന് പോവാം. അതിനോട് ചേർന്നിട്ടാണ് ആ തോട് പോണത്. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. ഞങ്ങളുടെ ബാക്കിലൊരു അമ്പലമുണ്ട്. അവിടെ നിന്നാണ് ഈ പാട്ട് കേൾക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കാട് പിടിച്ചൊക്കെ എടുക്കുകയാണ്. മുന്നേ നമ്മളിത് മീൻ പിടിക്കണ ഞങ്ങൾ മീൻ പിടിക്കണ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കുളത്തിൽ നിന്നാണ് മീൻ പിടിച്ചിടുന്നത് കേട്ടോ. ആ തോടിനോട് ചേർന്ന് ഞങ്ങൾക്കൊരു കുളമുണ്ട്. ഇപ്പോൾ ഇവിടെ ആകെ കാട് പിടിച്ച്, മഴയൊക്കെ പെയ്തപ്പോൾ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ വെള്ളം നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇവിടേക്കൊക്കെ കയറും കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നിടത്തേക്കൊക്കെ വെള്ളം കയറും. ഇപ്പോൾ മഴ 2-4 ദിവസമായിട്ട് തീരെ മഴയില്ലാത്തതുകൊണ്ട് വെള്ളം ഒലിച്ചു പോയിരിക്കുകയാണ്. ഇതാണ് അതിർത്തി എന്ന് പറഞ്ഞ മണ്ഡലം. ഇവിടെ കറക്റ്റ് കാണണം. അവിടെ അങ്ങനെ കാണുന്നില്ല. കാണുന്നതാണ് 2 രാജ്യങ്ങളിലെ അതിർത്തിയായിരുന്ന പണ്ടത്തെ കാലത്ത് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്നത് കൊച്ചി രാജവംശ, മറ്റത് മലബാർ കേട്ടോ. ആ കാണുന്നത് മലബാർ. അപ്പോൾ അങ്ങനെ 2 രാജവംശങ്ങളായിരുന്നു ഇത്. ഞാൻ നേരത്തെ ഒറ്റപ്പാലം പാർലമെൻറ്റ് മണ്ഡലം എന്നാണ് പറഞ്ഞത്. ഒറ്റപ്പാലം മുമ്പായിരുന്നു. ഇപ്പോൾ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലമാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്, തറവാടിൻ്റെ അപ്പനും അമ്മയും താമസിച്ചിരുന്ന വീട്. ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഉക്രപ്പൻ രാവിലെ വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഉക്രപ്പനെയും കാത്ത് പുറത്താണ്, റോട്ടിലൊക്കെയാണ്. കുട്ടൂസത വിഷമിച്ച് പുറത്ത് അപ്പുറത്തെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുന്നു. മണിക്കുട്ടി പിന്നെ ചെറിയ കുഞ്ഞുമണിയും കൂടിയിട്ട് ഉക്രപ്പനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. കുട്ടൂസ് വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ, ഉക്രപ്പനെ കാണാതെ. ഈ ചെറിയൊരു വഴിയില്ലേ, ഈ വഴി കൂടെ പോയിട്ടാണ് ഉക്രപ്പൻ്റെ പഴയ വീട് കേട്ടോ. അപ്പോൾ ആ മണിക്കുട്ടി അവിടെ പോയി നോക്കിയിട്ട് വരുന്നുണ്ട്. ഉക്രപ്പ അവിടെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വരാൻ തോന്നുന്നുണ്ട്. ബാക്കിൽ ആ ചെറിയ കുട്ടിയുണ്ട്. പക്ഷേ ഉക്രപ്പനൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു. അവർ തിരിച്ചു പോന്നു. കുട്ടൂസ് അവിടെ നിന്ന് ഇളകിയിട്ടില്ല കേട്ടോ. അവ അവിടെ തന്നെ കെടുക്കുകയാണ്. ഉക്രപ്പം വന്നാലേ കയറുള്ളൂ എന്നുള്ള രീതിയിലാണ്. ഉക്രപ്പ അപ്പോൾ വീട്ടിലേക്ക് കയറി വന്നു കേട്ടോ. ഉക്രപ്പൻ കയറിയപ്പോൾ കുട്ടൂസും മണിക്കുട്ടിയും എല്ലാവരും അപ്പോൾ കയറി വന്നു ഉക്രപ്പൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഞങ്ങൾ 2 പട്ടിക്കുട്ടികളെ അവിടെ പോയിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ തറവാടും പിന്നെ ഞങ്ങളുടെ വീടും അവിടുത്തെ പറമ്പും തോടും പിന്നെ 2 രാജ്യങ്ങളിലെ അതിർത്തിയൊക്കെ കാണിച്ചു തന്നു. പിന്നെ അതാ ഞങ്ങൾ തിരിച്ചു വന്നു. ഉക്രപ്പ കൂടെ കിടന്ന് നല്ല ഉറക്കമാണ്. കുട്ടൂസ് അവിടെ ഇരിക്കുന്നുണ്ട്. മണിക്കുട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുക. ഞങ്ങളെ വീഡിയോ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കമൻ്റായിട്ടും ലൈക്കായിട്ടൊക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.